വാസ്തവത്തിൽ നമ്മുടെ നഗരത്തിന്റെ സൗന്ദര്യം നിലനിർത്താനായി നഗരത്തിലെ ജനങ്ങൾ സുഖമായി ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ ജോയിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതാണ് പറയാൻ സാധിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. തിരുവനന്തപുരം നഗരം കേരളത്തിന്റെ തലസ്ഥാനം എന്നുള്ള നിലയിൽ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുന്നതിൽ നഗരത്തിന്റെ ചുമതല വഹിക്കുന്നവർക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോഴ് ഒരു മഴ പെയ്താൽ വെള്ളം പൊങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും തിരുവനന്തപുരം. അതോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ വലിയ പരാജയമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ അനുഭവം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സമയബന്ധിതമായി മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ആവിഷ്കരിക്കേണ്ടത്. ബഹുമാന്യനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഈ അടുത്ത കാലത്ത് അദ്ദേഹം വിദേശയാത്രകളൊക്കെ നടത്തി വന്നിട്ടുള്ള ഒരാളാണ്. മേഴഞ്ചാൻതോട്ടിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച ജോയിയുടെ വീട്ടിലേക്ക് വി മുരളീധരൻ എത്തി അമ്മയെ ആശ്വസിപ്പിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു ജോയിയുടെ വീട്ടിലേക്ക്. ജോയിയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിക്കും. അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ എത്തിയിരുന്നു. വൈകാരികമായാണ് മേയർ സംസാരിച്ചത്. അവരുടെ വാക്കുകളിലേക്ക്